ഹലോ, നല്ല അടിപൊളി ഫ്രഷ് മീൻ കിട്ടിയിട്ടുണ്ട്. ആദ്യം ഇതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കണം. ഇത് മലേഷ്യൻ വാള എന്ന് പറയുന്ന ഒരു മീനാണ്. ഇത് സ്വാഭാവികമായിട്ട് കായലിൽ കാണുന്നതല്ല, ഇത് വളർത്തുന്ന മീനാണ്. വൃത്തിയാക്കിയ മീൻ 1/1. ഇനി അടുത്തത് ഉപ്പിട്ട് നല്ലതുപോലെ അങ്ങോട്ട് തേച്ച് കഴുകണം, വെച്ച് പിടിപ്പിക്കുക. ഈ ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്താ അതിൻ്റെ സ്മെല്ലും ചെവയൊക്കെ അങ്ങോട്ട് മാറും. എന്തെങ്കിലും കഴിക്കുക സ്മെല്ലുണ്ടെങ്കിൽ അതങ്ങ് മാറിക്കിട്ടും. ഇത് കടലിലെ മീൻ പോലെയല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിന് ഉപ്പിട്ടൊക്കെ നല്ലോണം പിടിക്കുന്നത് നല്ലതാണ്. ചിലപ്പം ചെളിയുടെയൊക്കെ സ്മെല്ല് കാണാൻ ചാൻസ് ഉണ്ട്, അതൊക്കെ അങ്ങ് മാറും. ഒന്നുകൂടെ ഒഴിച്ചങ്ങോട്ട് കഴുകുക. മൂന്ന് പ്രാവശ്യം നമ്മളിത് കഴുകണം, എങ്കിലേ ശരിക്കും അങ്ങോട്ട് വൃത്തിയാവുള്ളൂ. ഇനി മീനെടുത്ത് അങ്ങോട്ട് നല്ലോണം വരയുക. നല്ല കുറച്ച് ആഴത്തിൽ അങ്ങോട്ട് വരയണം, എന്നാലേ അകത്ത് മുളക് പിടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളെല്ലാം നല്ല വൃത്തിയാക്കി വെച്ചേക്കാണ്. ഇനി അടുത്ത മസാല, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി. ഇതിൻ്റെ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് കുരുമുളക് പൊടി. ഫസ്റ്റ് നല്ലതുപോലെ അങ്ങോട്ട് ഏരിയ അനുസരിച്ച് അങ്ങോട്ട് ഇടുക. അത് തന്നെ, നമുക്കിവിടെ കുരുമുളകൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് കുറച്ച് കാര്യമായിട്ടൊക്കെ ഇടും. പിന്നെ മഞ്ഞൾ അങ്ങോട്ട് ഇടുക, നല്ല മഞ്ഞ കളറായി ഇടുക. നമുക്കെല്ലാം ആവശ്യം കുറേ അങ്ങനെ കണക്കൊന്നുമില്ല, അങ്ങോട്ട് മനസ്സിൻ്റെ വലുപ്പം പോലെ അങ്ങോട്ട് ഇടുക. മുളക് പൊടി നമ്മളെ കണക്കിന് അങ്ങോട്ട് ഇടുക. അതിൻ്റെ കുറച്ച് വേണ്ടത് കുറച്ച്. ഓക്കെ, അപ്പോൾ കാശ്മീരി പൗഡർ അടുത്ത് നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ അടുത്തത് ഈ കാശ്മീരി പിരിയ മുളക് അങ്ങോട്ട് ഇടുക. ഇനി ഉപ്പ്, അത് ആവശ്യത്തിന് എന്താ പാകത്തിന്. ഉപ്പൊക്കെ കുറച്ച് വെച്ചാൽ മതി, എല്ലാം പ്രശ്നമാണ്. അടുത്ത നമ്മൾ നാരങ്ങ നീര് ഇപ്പം ഇത്രയും ഒരു 3 എണ്ണമൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതങ്ങോട്ട് നമ്മൾ ഒഴിക്കുക, ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കുക. നാരങ്ങ നീര് നല്ലോണം കിടക്കട്ടെ. അങ്ങോട്ട് ഇനി അങ്ങോട്ട് ഇളക്കണം, നല്ലോണം മസാല പിടിക്കുന്ന രീതിക്ക് അങ്ങോട്ട് ഇളക്കുക. ഇരിക്കുന്ന ഇരിപ്പ് കണ്ട അടിപൊളി. അടിപൊളിയായിട്ടുണ്ട്. കംപ്ലീറ്റ് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ മാരിനേഷന് വയ്ക്കണം. അപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ. ചട്ടി നല്ല ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ നല്ല അങ്ങോട്ട് ഒഴിക്കുക. എന്നിട്ട് മീൻ അതിനകത്ത് കൂട്ടങ്ങ് വയ്ക്കുക. തെറിക്കാതെ നോക്കണം.
നമ്മൾ ചെറിയ ചട്ടിയാണ്, അപ്പം രണ്ടെണ്ണമൊക്കെ അഡ്ജസ്റ്റ് ആവുള്ളൂ. ഒരു 5 മിനിറ്റ് നല്ലപോലെ അങ്ങോട്ട് കിടക്കണം. ഈ കാണുമ്പോൾ ഏതാണ്ടൊക്കെ മറച്ചിലാതെ കറി വെച്ചിനായിട്ടുണ്ട്. ഇനി നമുക്ക് മറച്ചിടാം. അടിപൊളി. പയ്യെ ഓരോന്നായിട്ടൊക്കെ മാറ്റുക. കറിവേപ്പില ഇട്ട് അങ്ങോട്ട് നല്ല മൂട്ടിക്കുക. പെട്ടെന്ന് ഇട്ട് കിടക്കുക, അപ്പം മൂട്ട് വരും. അങ്ങനെ ഇടുക. അത് കഴിഞ്ഞിട്ട് കരിവേപ്പില തുടങ്ങിയായി. അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഭയങ്കര ടേസ്റ്റാണ്. കരിവേപ്പിലയും വെളുത്തുള്ളിയും അത് വേണം. അങ്ങനെ വേണം. അപ്പം നമ്മളെ ഫ്രൈ മൊത്തം റെഡി ആയിട്ടുണ്ട്. നല്ല ഡെക്കറേഷൻ ചെയ്ത് അടിപൊളിയാക്കി. അങ്ങനെ കായൽ മീൻ റെഡിയായി.